ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ ടോസ് നേടിയ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണ്. പേസർമാരുടെ മൃഗീയാധിപത്യമുള്ള പെർത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരക്ക് പ്രതീക്ഷിച്ച തുടക്കം ലഭിച്ചിട്ടില്ല. സൂപ്പർ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ 8 പന്ത് നേരിട്ട് ഡക്കിന് മടങ്ങിയതിന് പിന്നാലെ മൂന്നാം നമ്പറിലിറങ്ങിയ ദേവ്ദത്ത് പടിക്കലും ഫ്ലോപ്പായിരിക്കുകയാണ്. 23 പന്ത് നേരിട്ടാണ് ഇടംകയ്യൻ ബാറ്റ്സ്മാൻ അക്കൗണ്ട് തുറക്കാതെ മടങ്ങിയത്. ജോഷ് ഹെയ്സൽവുഡിൻ്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ അലക്സ് ക്യാരിക്ക് ക്യാച്ച് നൽകിയാണ് ദേവ്ദത്ത് പുറത്തായത്. ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റതോടെയാണ് മൂന്നാം നമ്പറിൽ ദേവ്ദത്തിന് വിളി ലഭിച്ചത്. ഇന്ത്യ എ ടീമിനൊപ്പം ഓസ്ട്രേലിയയിൽ മികവ് കാട്ടാൻ ദേവ്ദത്തിനായിരുന്നു. ഇതാണ് താരത്തിന് ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് വിളി നേടിക്കൊടുത്തത്. എന്നാൽ ഇത് മുതലാക്കാനാവാതെ ദേവ്ദത്ത് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിൽ കളിച്ച് വലിയ അനുഭവ സമ്പത്തില്ലാത്ത താരമാണ് ദേവ്ദത്ത്. ഇന്ത്യയുടെ സീനിയർ ടീമിനൊപ്പം ഓസീസിൽ കളിക്കുന്നത് ഇതാദ്യമായാണ്. ഇതിൻ്റെ സമ്മർദ്ദം താരത്തിനുണ്ടായിരുന്നു. ക്ഷമയോടെ പിടിച്ചു നിന്ന് കളിക്കാൻ ദേവ്ദത്ത് ശ്രമിച്ചു. KL രാഹുൽ പരമാവധി സ്ട്രൈക്ക് നേടി ദേവ്ദത്തിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിച്ചു. പന്തുകൾ ലീവ് ചെയ്ത് പതിയെ നിലയുറപ്പിക്കാനാണ് ദേവ്ദത്ത് ശ്രമിച്ചത്. എന്നാൽ ഓസീസ് ബൗളർമാരുടെ മികവിന് മുന്നിൽ ഉത്തരമില്ലാതെ പോവുകയായിരുന്നു. മികച്ച ലൈനിലാണ് ഹെയ്സൽവുഡ് പന്തെറിഞ്ഞത്. തുടർച്ചയായി ഓഫ് സ്റ്റംപ് ലൈനിൽ പന്തെറിഞ്ഞ ഹെയ്സൽവുഡ് ദേവ്ദത്തിനെ ബാറ്റ് വെക്കാൻ നിർബന്ധിതനാക്കുകയായിരുന്നു. മികച്ച പേസും ബൗൺസും പിച്ചിൽ സ്വാഭാവികമായുണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്റ്സ്മാൻമാർക്ക് കാര്യങ്ങൾ കടുപ്പമാണ്. ഇതോടൊപ്പം ഓസീസ് പേസർമാരുടെ മികച്ച ലൈനിലും ലെങ്ത്തിലുമുള്ള ബൗളിംഗ് ഇന്ത്യക്ക് കാര്യങ്ങൾ കൂടുതൽ പ്രയാസകരമായി മാറ്റുകയാണ്. ഇന്ത്യ വലിയ പ്രതീക്ഷ വെച്ച ബാറ്റ്സ്മാനാണ് യശസ്വി ജയ്സ്വാൾ. ഇടംകയ്യൻ ഓപ്പണർക്ക് മികച്ച റെക്കോർഡാണ് ടെസ്റ്റിലുണ്ടായിരുന്നത്. ഇംഗ്ലണ്ടിനെതിരെയടക്കം മികച്ച പ്രകടനം നടത്തി ഞെട്ടിച്ച ജയ്സ്വാൾ ഓസീസിൽ കന്നി ടെസ്റ്റ് പരമ്പരയ്ക്കിറങ്ങുമ്പോൾ ഇന്ത്യ അത്ഭുത പ്രകടനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ജയ്സ്വാളിന് ക്ഷമ കാട്ടാൻ സാധിച്ചില്ല. മോശം ഷോട്ട് കളിച്ചാണ് ജയ്സ്വാൾ സ്ലിപ്പിൽ ക്യാച്ച് നൽകി പുറത്തായത്. ദേവ്ദത്ത് പെർത്തിൽ തിളങ്ങാനായിരുന്നെങ്കിൽ ഈ പരമ്പരയിൽ തുടർ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ സൂപ്പർ ബൗളറായ ഹെയ്സൽവുഡിന് മുന്നിൽ ദേവ്ദത്തിന് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. ശുഭ്മാൻ ഗിൽ മടങ്ങിയെത്തുമ്പോൾ ദേവ്ദത്തിൻ്റെ സീറ്റ് തെറിക്കും. ഇന്ത്യ ദേവ്ദത്തിനെ ആയിരുന്നില്ല, സായ് സുദർശനെ കളിപ്പിക്കണമായിരുന്നുവെന്നാണ് കൂടുതൽ ആരാധകരും പ്രതികരിക്കുന്നത്. സായ് സുദർശൻ ഇന്ത്യ എ ടീമിനൊപ്പം സെഞ്ചുറിയടക്കം നേടിയിരുന്നു. എന്നാൽ ഇന്ത്യ സായ് സുദർശനേക്കാൾ സീനിയർ താരമെന്ന നിലയിൽ ദേവ്ദത്തിന് അവസരം ലഭിക്കുകയായിരുന്നു. പക്ഷേ ദേവ്ദത്തിന് ഇത് മുതലാക്കാൻ സാധിക്കാതെ പോയി. ഇന്ത്യയുടെ യുവതാരങ്ങൾ പ്രതീക്ഷിച്ച നിലവാരം പെർത്തിൽ കാട്ടിയില്ലെന്ന് തന്നെ പറയാം. പണം ഞങ്ങൾ തരും.